ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിന്റെ 1ാമത്തെ യൂണിറ്റത്തെ പദ്യം ബഹുത് ദിനോ കെ ബാദ് എടുക്കാം. എഴുതിയത് ആരാണ്? ബഹുത് ദിനോ കെ ബാദ് നാഗാർജുൻ. അപ്പൊ നാഗാർജുന്റെ ഒരു കവിതയാണ് ബഹുത് ദിനോ കെ ബാദ്. കവിത എഴുതിയത് ആരാണ്? നാഗാർജുന. അപ്പൊ ഇവിടെ കവി ഇവിടെ ഗ്രാമം എങ്ങനെയാണ്, ഇപ്പൊ ഗ്രാമത്തില് നാട്ടുമ്പുറത്തൊക്കെ എന്താണ് പല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. മനോഹരമായ കാഴ്ചകളാവും കാണാൻ പറ്റണത് അല്ലെ. അപ്പൊ കുറെ ദിവസങ്ങൾ ശേഷം, എന്താണ് ബഹുത്ത് പറഞ്ഞ? കുറെ ദിവസങ്ങൾ ശേഷം എന്താണ് നാഗാർജുൻ പറയാണ്. നമുക്ക് ആ ചിത്രത്തിൽ എന്തൊക്കെയാ കാണും? ആൾക്കാർ വയലില് പണിയെടുക്കുന്നു, പിന്നെ അരുവി ഒഴുകി പോണുണ്ട്, ധാന്യങ്ങള് കെട്ടാക്കിയിട്ട് അവര് വീടുകൾക്ക് എടുത്തു കൊണ്ടുപോണു, മലകള്, പിന്നെ എന്തൊക്കെയാ കാണുന്നത്? മരങ്ങൾ, വയലുകൾ, മനോഹരമായ ഒരു പ്രകൃതി ഭംഗിയാണ് നമ്മള് കാണുന്നത്. അപ്പൊ നാഗാർജുൻ കവി എന്താണ് പറയണത്? മനോഹരമായ ദൃശ്യമാണ് നമ്മള് ഇവിടെ കാഴ്ചവെക്കുന്നത്. ബഹുത് ദിനോ കെ ബാദ് ഒരു കവിതയാണ്. ബഹുത് ദിനോ കെ ബാദ് കിസ് വിധാ കി രചന ഹൈ. ഇത് എന്ത് ടൈപ്പാണ്? കഥയാണോ, കവിതയാണോ, പിന്നെ സംസ്മരണാണോ, ഓർമ്മക്കുറിപ്പാണോ ഒക്കെ ചോദിക്കുന്നത്. അപ്പൊ ബഹുത് ദിനോ കെ ബാദ് കിസ് വിധാ കി രചന ഹൈ. അപ്പൊ ഈ കവിത ഒരു കവിതയാണ്. ഏത് ടൈപ്പാണ്? കഹാനിയാണോ, സ്റ്റോറിയാണോ, മറ്റേ സംഭാഷണമാണോ, ഏകാംഗിയാണോ, അതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് കവിതയാണ്. ബഹുത് ദിനോ കെ ബാദ്. ബഹുത് ദിനോ കെ ബാദ് അബ്കി മേനെ ജി ഭർ കി ദേഖി. എന്താണ് ജി പറഞ്ഞ? മനസ്സ് നിറയെ. എന്ത് ജി ഭർ പറഞ്ഞ? മനസ്സ് നിറയെ. മനസ്സ് നിറയെ എന്ത് കണ്ടു? ദേഖി പറഞ്ഞ കണ്ടു. അപ്പൊ എന്ത് കണ്ടു ഞാന്? പക്കി സുനഹലി ഫസലോ കി മുസ്കാൻ. എന്താണ് പക്കി? പക്കി പറഞ്ഞ ധാന്യങ്ങൾ. അപ്പൊ നമ്മൾ കൃഷിയൊക്കെ നട്ടിട്ട് കണ്ടോ? വിളഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പക്കി പറഞ്ഞ പഴുത്ത്, ഇപ്പൊ നെല്ലൊക്കെ പാകമായി കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? സുനഹലി ഫസലോ കി മുസ്കാൻ. എന്താണ് സുനഹലി പറഞ്ഞ? മനോഹരമായ, സ്വർണ്ണ നിറമുള്ള അല്ലെ. സുനഹലി പറഞ്ഞ സ്വർണ്ണ നിറമുള്ള. ഫസൽ, ഫസൽ പറഞ്ഞ എന്താണ്? നമ്മൾ എന്താണ് ഉൽപ്പാദിച്ചിട്ട് അവിടെ. സുനഹല പറഞ്ഞ സ്വർണത്തിന്റെ നിറം. ഇപ്പൊ നെല്ലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പത്തെ കാലത്തൊന്നും നെല്ല് കൃഷിയോ വേറൊന്നും നമ്മളിപ്പോ എല്ലാ ഭാഗത്തും അധികം ഇതൊക്കെ കൃഷി ഉപയോഗിച്ചിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇതുപോലെ അവസരം കിട്ടുകയാണെങ്കിൽ നെല്ല് എങ്ങനെ ഞാറ് നടന്നതും അതൊക്കെ ഒന്ന് കാണാം. അവസരം കിട്ടുകയാണെങ്കിൽ ഒന്ന് കാണാം കേട്ടോ. അപ്പൊ നെല്ല് കൃഷി പാകമാവുമ്പോൾ, അത് കൊയ്തെടുക്കുമ്പോ കാണാം, അതിങ്ങനെ സ്വർണ്ണ നിറമായിട്ട് ഇങ്ങനെ ഗോതമ്പ് ഇതൊക്കെ എന്താണ് കൊല കൊലയായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കണത് നിങ്ങൾക്ക് കാണാം, സ്വർണ്ണ നിറത്തിലുള്ള. അപ്പോ സോനെ കാ റംഗ് കാ ഖേത്തി കി ഉപജ്. ഇതാണ് പറയണത്. എന്താണ്? സ്വർണ്ണ നിറമുള്ള കൊയ്യാനായ ഫസൽ, അതിന്റെ മുസ്കാൻ. എന്താണ് മുസ്കാൻ പറയുന്ന? പുഞ്ചിരി. ഇത് നമുക്ക് ഞാൻ കുറേ കാലം ശേഷമാണ് ഞാൻ കാണുന്നത്. ബഹുത് ദിനോ കെ ബാദ് ആണ് ഞാൻ ഈ കാഴ്ച കാണുന്നത്. ബഹുത് ദിനോ കെ ബാദ് അബ്കി मैंने जी भर देखी पक्की सुनहली फसलों की मुस्कान. बहुत दिनों के ബാദ്. അപ്പൊ കൊറേ അബ്കി, ഇപ്പോൾ ഞാൻ മനസ്സ് നിറയെ. മനസ്സ് എന്താ കണ്ടത്? മനസ്സ് നിറയെ നെല്ല് പാകമായ സ്വർണ്ണ നിറത്തിലുള്ള ഇങ്ങനെ കൊല കൊലയായി തൂങ്ങി നിക്കണ. അപ്പൊ നെല്ലും ഗോതമ്പൊക്കെ എന്താണ്? ദൂരത്തുനിന്ന് കാണുമ്പോ നമുക്ക് എന്ത് തോന്നും? പുഞ്ചിരിച്ച് സ്വർണ്ണ നിറമുള്ള ഫസല്. നമ്മൾ എന്താണ് കൃഷി ചെയ്ത
വസ്തു. അതിനാണ് നമ്മൾ പറയണത് എന്താണ്? പക്കി സുനഹലി ഫസലോ കി മുസ്കാൻ ബഹുത് ദിനോ കെ ബാദ്. അവരെ പുഞ്ചിരി ഞാൻ കുറെ ദിവസങ്ങൾ ശേഷമാണ് കണ്ടത്. ബഹുത് ദിനോ കെ ബാദ് അബ്കി മേ ജി ഭർ സുൻ പായ. അപ്പൊ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് കണ്ട കാഴ്ചയാണ് മനോഹരമായ നമ്മളുടെ ധാന്യങ്ങളൊക്കെ ആടി ഒലിഞ്ഞിങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്, ആ ദൃശ്യം. പിന്നെയോ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സ് നിറയുകയാണ്. എന്ത് കേട്ടു? സുൻപായ. എന്താണ് സുൻപായ പറഞ്ഞ? കേട്ടു. ധാൻ കൂട്ടത്തി കിഷോരിയോ കി കോക്കൽ കണ്ഠി താൻ ബഹുത് ദിനോ കെ ബാദ്. എന്താ പറഞ്ഞ? ധാൻ കൂട്ടി. ഇപ്പൊ ഇതൊക്കെ എന്താ ധാന്യങ്ങളൊക്കെ കൊയ്തെടുത്ത് നമ്മൾ വീട്ടിൽ കൊണ്ട് എന്താണ് കൊയ്തെടുക്കുമ്പോ അബ്കി മേ ജി ഭർ സുൻ പായ. എന്താണ്? ഇപ്പൊ ഞാൻ മനസ്സ് നിറയെ കേട്ടു. എന്ത്? ഈ വിളവൊക്കെ കൃഷിയുടെ എന്താണ് നമ്മൾ ഉൽപ്പാദിച്ചത് അത് വീട്ടിൽ കൊടുന്നു. ഇപ്പൊ ധാന്യങ്ങളാണ്, നെല്ലും ഇതൊക്കെ എന്തായിരുന്നു പണ്ട്. ഇപ്പോഴൊക്കെ മില്ലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പൊടിപ്പിച്ച അല്ലെങ്കിൽ ബാഗായിട്ട് വരിക ചെയ്യുക കടയിൽ നിന്ന്. പണ്ട് അങ്ങനെയായിരുന്നില്ല. നിങ്ങള് വീട്ടില് എന്താണ് മുത്തശ്ശന്മാരും പഴയ ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കുക. നെൽകൃഷി ചെയ്തിട്ട് കൊയ്ത് കൊണ്ടുവന്നാല് അന്ന് എന്ത് ചെയ്യണം? പുഴുങ്ങി ഒരലിലും ഇതിലൊക്കെ ഇടിച്ചിട്ട് വേണം അരി ഉണ്ടാക്കാൻ. ഇന്ന് എന്താണ്? നമ്മള് വണ്ടി എടുത്ത് പോവും, ബാഗായിട്ട് ഇങ്ങോട്ട് വരും, കഴുകി അടുപ്പത്തിടും. അന്ന് എങ്ങനെയായിരുന്നു? കൊയ്ത് കൊടുന്ന് അത് അടിച്ച് നെല്ല് പതിരൊക്കെ വേറെ വേറെ ആക്കിയിട്ട് അത് പുഴുങ്ങി ഉണക്കി എന്നിട്ട് ഇതുപോലെ ഓരോ പാത്രങ്ങളിൽ വലിയ വലിയ കൊട്ട പോലത്തെ സാധനങ്ങൾ ഉണ്ടാവും, ഇതിലൊക്കെ സൂക്ഷിച്ചു വെക്കും കുറെ കാലത്തിന്. എന്നിട്ട് ആവശ്യമുള്ളത് നമ്മൾ എന്ത് ചെയ്യും? നെല്ല് ഒരലിലും ഇതിലൊക്കെയാണ് ഇടിച്ചുണ്ടാക്കിയിരുന്നത്. ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ അപ്പൊ ആ ഒരലുമ്പോ ധാൻ കൂട്ടി, ധാൻ പറഞ്ഞ जी भर मैं जी भर सुन पाया दान कूटती किशोरियों बाद. बहुत दिनों के बाद, बहुत दिनों के बाद बहुत दिनों के बाद मैं जी भर सुन पाया दान कूटती किशोरी की कोकल कंदी तान. बहुत दिनों के बाद കുറെ ദിവസങ്ങൾ ശേഷമാണ് मैंने किशोरियों के എന്ന മനോഹരമായ പാട്ടുണ്ട്. അപ്പൊ മനോഹരം അത് എന്ത് ചെയ്യുമ്പോൾ ഞാന് सो बहुत दिनों के बाद मैंने किशोरियों की वो मनोहर गीत सुना, मधुर गीत सुना, मेरा जी भर आया.
ജി ഭർക്കെ മേനെ സുന, മനസ്സ് നിറയെ ഞാൻ കേട്ടു. എന്ത്? ദാൻ കൂർത്തി കിഷോറിയോ കി കോഖൽ കണ്ടി താൻ ബഹുത് ദിനോ കെ. സൂംഘെ പറഞ്ഞ മണത്തറിഞ്ഞു. മണം. മോൾസിരി കെ ഢേർ ഢേർ സെ താജെ ടട്കെ ഫൂൽ. ഫൂൽ പറഞ്ഞപ്പോ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ്. മിൻസോരി പറഞ്ഞാല് ഇലഞ്ചി മരം, ഒരു തരം പഴത്തിന്റെ മരമാണ്. അപ്പൊ അതിൽ കുറേ ഢേർ ഇലഞ്ചി മരം കണ്ടെന്ന് പറയും, ഇലഞ്ചി എന്നാണ് പറയേന്. അതില് എന്താണ് വേറൊരു ചെടിയും കൂടി ഉണ്ട് ഇതുപോലെ കൊല കൊല അതൊരു നല്ല മണം ഉണ്ടാവും. തന്നെ ഇവിടെ മോൾസിരി പറഞ്ഞ ഇതുപോലെ ഒരു മരമാണ്. അപ്പൊ അത് बहुत सारे फूल होंगे ताजे टटके फूल പറഞ്ഞ നല്ല ഫ്രഷ് ആയിരിക്കാൻ ഇത് പറയണം. बहुत दिनों के बाद अब की मैंने जी भर सूंघी मॉल സിരി के ढेर ढेर से താജെ ടട്കെ ഫൂൽ. बहुत दिनों के बाद, കുറെ ദിവസങ്ങൾ ശേഷമാണ് ഞാൻ ഈ മനോഹരമായ മണത്തറിഞ്ഞത്, ഈ പൂക്കളുടെ, അതും ഫ്രഷായ നല്ല പൂക്കള്. बहुत दिनों के बाद अब की मैं जी भर छू पाया. बहुत दिनों के बाद अब की मैं जी भर ഞാൻ തൊട്ടറിഞ്ഞു. എന്താണ്? അബ്കി ഗവൈ ധൂൽ. എന്താണ് ധൂൽ പറഞ്ഞ? ഷീഭർ മനസ്സ് നിറഞ്ഞു. പഖണ്ഡി. പഖണ്ഡി പറഞ്ഞ ഒറ്റ പാത, വൺ വേ, നിങ്ങളെ മണ്ണ് നിറഞ്ഞ് പാതകൾ ഇട്ട അറിയാത്ത റോഡുകൾ ഉണ്ടാവില്ലേ? ഈ ചന്ദൻ വർണ്ണി ധൂൽ. ആ ധൂൽ, ആ മണ്ണിന് ഇട്ടാതെ ആ പാത കൂടെ ചന്ദനം നിറമുള്ള മണ്ണിനെ ഞാൻ തൊട്ടറിഞ്ഞു. ബഹുത് ദിനോ കെ ബാദ്. बहुत दिनों के बाद मैंने क्या छुआ? चंदन के रंग का धूल. ചന്ദനം നിറമുള്ള മനോഹരമായ പാവനമായ മണ്ണിനെ ഞാൻ, എന്റെ ഗ്രാമത്തിലെ പാതകള് വഴിയോരത്തില് ആ മണ്ണിനെ ഞാൻ തൊട്ട് അറിഞ്ഞു. बहुत दिनों के बाद अब की मैं जी भर छू पाया अपनी गवई
പഖണ്ഡി की चंदन वर्णी धूल बहुत दिनों के बाद കുറേ ദിവസങ്ങൾ ശേഷമാണ് ഞാന് ഈ മനോഹരമായ എന്റെ ഗ്രാമത്തിലത്തെ മണ്ണിന്റെ ആ മണവും അത് ഞാൻ സ്പർശിച്ചു. ഗവഴി പറഞ്ഞ ഗ്രാമം. അപ്പൊ ഗ്രാമത്തിലത്തെ ആ ധൂൽ മണ്ണ് ഞാന് അപ്പം കവിക്ക് നമുക്ക് ഇതിന് എവിടെ എന്താ ദൃശ്യം കിട്ടും? നമുക്ക് മനോഹരമായ ആ ഗ്രാമപ്രദേശങ്ങളുടെ ദൃശ്യം നമ്മളുടെ മനസ്സിൽ ഓടി വരും. ആ പ്രകൃതി ഭംഗി, ആ വയലുകൾ, ആ തോട്, പിന്നെ വേറെ എന്തൊക്കെയാ നമ്മൾ കാണുക വയലുകളില്? മലകള്, പുഴകള്, ആ മലയുടെ മുകളിൽ കൂടെ പുഴകൾ ഒഴുകി വരുന്ന ഈ മനോഹരമായ ദൃശ്യങ്ങളൊന്നും നമുക്കിപ്പോ ടൗണിലോ സിറ്റിയിലോ ഒന്നും കാണാൻ പറ്റില്ല ഇല്ലേ? ധാന്യങ്ങളും നിക്കണത് ദൂരെ ദൂരെ കണ്ണെത്ത ദൂരത്തൊക്കെ നമ്മൾ എന്താ കാണുക? കൃഷി സ്ഥലങ്ങളൊക്കെ കാണും അല്ലെ? गांवलोग है हम लोगों को गांव में क्या देखने को मिलता है? बहुत बड़े बड़े खेत, വലിയ വലിയ ഖേത്തൊക്കെ കാണാൻ പറ്റും അല്ലെ? ഇവിടെ കവി അതാണ് പറയുന്നത്. ആ മനോഹരമായ ഭംഗിയുള്ള പ്രദേശം നമുക്ക് എന്താണ് നമുക്ക് ഒരിക്കലും ടൗണിലോ സിറ്റിയിലോ ഒന്നും ഷെഹറില് നമുക്ക് ഈ ദൃശ്യമൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ മനോഹരമായ ദൃശ്യം. താൽ മഖാന ഖായ. ഇത് താൽ മഖാന പറഞ്ഞ ഒരു തരം ഔഷധി ചെടിയാണ് കേട്ടോ. ആ ചെടി ഗന്യ ചൂസെ ജീബർ. അപ്പൊ എന്താണ് ഒരു തരം ചെടീന്റെ ഒരു എന്താണ് ഔഷധ ചെടി നമ്മള് ജി താൽ മഖാന ഞാൻ അത് കഴിച്ചു. ഗന്നെ ചൂസെ ജീഭർ. എന്താണ് മനസ്സെന്നറിയാം? എന്ത് വലിച്ചു കുടിച്ചു? എന്തിന്റെ നീര് വലിച്ചു കുടിച്ചു? ഗന്നെ കരിമ്പ് അല്ലെ? കരിമ്പ് അങ്ങനെ ഇങ്ങനെ ജ്യൂസ് പറഞ്ഞാൽ വലിച്ചിങ്ങനെ കുടിക്കേ. ഇപ്പൊക്കെ കരിമ്പിന്റെ ജ്യൂസ് മെഷീനിൽ ഇട്ട് അങ്ങനെ കിട്ടും അല്ലേ? ഇപ്പൊ ഗ്രാമീണ പ്രദേശങ്ങളില് ഇപ്പൊ നമ്മളെ ഗ്രാമീണങ്ങളും കുറെ ഡെവലപ്ഡ് ആണ്. പണ്ട് കാലങ്ങളിലൊക്കെ എന്തായിരുന്നു? ഇതാണ് വടക്കേ ഇന്ത്യയിലൊക്കെ എന്താ കൃഷി ചെയ്യണ സ്ഥലങ്ങൾ തന്നെ പൊട്ടിച്ചിട്ട് പല്ലുകൊണ്ട് കടിച്ച് എടുത്ത ഇങ്ങനെ വലിച്ചു കുടിക്കും. അതാണ് ചൂസെ ജീബർ. बहुत दिनों के बाद अब की मैंने जी भर थाल मखाना खाया ഗന്നെ ചൂസെ ജീബാർ. എന്താണ് ഗന്നെ എന്ത് ചെയ്തു? വലിച്ചു കുടിച്ചു. बहुत दिनों के बाद, बहुत दिनों के बाद, अब बहुत दिनों के बाद अब की मैंने जी भर भोगे. जी भर മനസ്സ് നിറഞ്ഞ് എല്ലാം ചെയ്തു, അനുഭവിച്ചു. ഭോഗേ പറഞ്ഞ അനുഭവിച്ചു. എന്തൊക്കെയാണ് അനുഭവിച്ചു? നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞു ഒന്ന്. എന്തൊക്കെയാണ് കവി രസിച്ചത്? കവി രസിച്ചത് എന്തൊക്കെയാണ്? ദൃശ്യങ്ങൾ. എന്ത് ദൃശ്യം കണ്ട്? ജി ഭർ ദേഖി. മനസ്സ് നിറഞ്ഞ് എന്ത് കണ്ടു? എന്താണ് നമ്മളുടെ ധാന്യങ്ങളൊക്കെ ഇങ്ങനെ ആടി ഒഴിഞ്ഞിങ്ങനെ മനോഹരമായ ദൃശ്യം, സ്വർണ്ണ നിറത്തിലുള്ള ഇങ്ങനെ പാകമായി നിൽക്കണു കൊയ്യാൻ അല്ലെ? ആ ദൃശ്യം മനസ്സ് നിറയെ കണ്ടു. പിന്നെയോ? പിന്നെ ആ ധാന്യങ്ങള് കുത്തണത്, കൂട്ടണ പറഞ്ഞ നെല്ല് കുത്തണത് അതില് മനോഹരമായ ചെറുപ്പക്കാരി പെൺകുട്ടികളുടെ ഗാനം, മധുരമായ ഗാനം കേട്ടു. അത് കഴിഞ്ഞിട്ടോ ഏത് മണം ഞാൻ മണത്തറിഞ്ഞു? മോൾസിറി പറഞ്ഞ ഒരു മരത്തിന്റെ കൊലകൊലയായി പൂക്കളുടെ മണം, സുഗന്ധം ഞാൻ മനസ്സ് നിറയെ മണത്തറിഞ്ഞു. പിന്നെ ഞാൻ തൊട്ടറിഞ്ഞു എന്റെ ഗ്രാമത്തിന്റെ മണ്ണ്, സ്വർണ്ണ നിറമുള്ള മണ്ണ്. പിന്നെ ഞാൻ എന്താ കഴിച്ചത്? ഞാന് താൽമഖാന, പിന്നെന്താണ്? ഗന്നെ കരിമ്പിന്റെ ആ കൃഷി സ്ഥലത്തുനിന്ന് ഞാന് വലിച്ച് കുടിച്ചു. അതൊക്കെ ഞാൻ മനസ്സ് നിറഞ്ഞ് അനുഭവിച്ചു. അതാണ് ഭോഗേ. बहुत दिनों के बाद अब की मैंने जी भर भोगे. जी भर മനസ്സ് നിറഞ്ഞ് ഞാന് अनुभव किया. मैंने सब कुछ अनुभव किया. क्या क्या अनुभव किया? देखना, सुनना, सूंघना,
छूना और खाना, फिर भोगना। गंध रूप रस शब्द स्पर्श सब साथ साथ इस भू पर बहुत दिनों के बाद. ഈ ഭൂമിയിൽ എന്താണ് ഭൂ പറഞ്ഞ ഈ ഭൂമിയിൽ ഞാൻ എല്ലാം ഒരുമിച്ച് അനുഭവിച്ചു. എന്താണത്? ഗന്ധം, രൂപം, രസം, ശബ്ദം, സ്പർശം. ഗന്ധം, പല മണങ്ങൾ, പൂക്കളുടെയും മണ്ണിന്റെയും ഒക്കെ രൂപങ്ങള്, കുറെ സ്ത്രീകളെയും കണ്ടു, കുറെ കൃഷിക്കാരെ കണ്ടു. രസങ്ങള്, എന്താ പലതരം ഭക്ഷണം കഴിച്ചു, അതിന്റെയൊക്കെ സ്വാദ് ഞാൻ അറിഞ്ഞു, അല്ലെ? ശബ്ദങ്ങൾ, പാട്ട്, പക്ഷികളുടെയും അരുവികളുടെയും മധുരമായ കോകില കണ്ടുപോല കുയിലിന്റെ ശബ്ദമുള്ള പെൺകുട്ടികളുടെ ഗാനം കേട്ടു. സ്പർശിച്ചു, എന്ത്? മണ്ണ്. അപ്പൊ ഇതൊക്കെ എല്ലാം ഒരുമിച്ച് ഞാൻ അനുഭവിച്ചു. എല്ലാം സാത്ത് എല്ലാം ഒരുമിച്ച് എവിടെ അനുഭവിച്ചു? ഇന്ത്യ, ഈ ഭൂമിയില്, ഈ ധർത്തിയില്. ഭൂ പറഞ്ഞ ഭൂമി. കുറെ വർഷങ്ങൾ, കുറെ ദിവസങ്ങൾ ശേഷം. ബഹുത് ദിനോ കെ ബാദ്. ബഹുത് ദിനോ കെ ബാദ് എന്താണ്? ഞാൻ ഇതെല്ലാം സ്പർശിച്ചു. എന്തൊക്കെയാണ്? गंध रूप रस शब्द स्पर्श सब साथ साथ इस भू पर बहुत दिनों के बाद. കുറെ ദിവസങ്ങൾ ശേഷം ഞാൻ ഇതൊക്കെ സ്പർശിച്ചു. നമുക്ക് ഒന്നുകൂടി കവിത നോക്കാം. बहुत दिनों के बाद कविता इसके द्वारा लिखा गया है नागार्जुन. बहुत दिनों के बाद अब की मैंने जी भर देखी पकी सुनीली फसलों की मुस्कान. बहुत दिनों के बाद, बहुत दिनों के बाद अब की मैं जी भर सुन पाया धान कूटती किशोरियों की कोखल कंठी तान. बहुत दिनों के बाद, बहुत दिनों के बाद अब की मैंने जी भर सूंघे मौलसिरी के ढेर ढेर से ताजे ठटके फूल. बहुत दिनों के बाद, बहुत दिनों के बाद अब की मैं जी भर चू पाया अपनी गई पखंडी की चंदन वर्णी धूल. बहुत दिनों के बाद, बहुत दिनों के बाद अब की मैंने जी भर ताल मखाना खाया चूसे गन्ने चूसे जी भर. बहुत दिनों के बाद, बहुत दिनों के बाद अब की मैंने जी भर भोगे गंध रूप रस शब्द स्पर्श एक साथ साथ इस भू पर बहुत दिनों के बाद. ഇത്രയും ദിവസങ്ങൾ ശേഷമാണ് ഞാൻ ഇതൊക്കെ രസിച്ച് അറിഞ്ഞത്. എല്ലാ സുഖങ്ങളും ദൃശ്യങ്ങളും സ്വാദുകളും എല്ലാം ഞാൻ രസിച്ചറിഞ്ഞു. ഇതില് എന്താണ്? കവി ഭയങ്കര സന്തുഷ്ടമാണ്. എല്ലാതും കാണുന്നത് എങ്ങനെയാണ്? കുറെ ദിവസങ്ങൾ ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ജി ഭർ. ഇപ്പൊ ഇതിന്റെ പ്രയോഗം എപ്പോഴും ജി ഭർ, ജി മനസ്സ് നിറയെ, അത്രയും സന്തോഷവാനാണ് കവി ഇതില്. എങ്ങനെയാണ്? പ്രകൃതിയിൽ അങ്ങോട്ട് ഇറങ്ങി ചെന്നു. ഇറങ്ങി ചെന്നിട്ട് ആ മനോഹരമായ ദൃശ്യങ്ങള് എൻജോയ് ചെയ്യാണ്. അപ്പൊ എൻജോയ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്? ആദ്യം മനസ്സ് നിറയെ എന്തൊക്കെയാ കാണുന്നത്? മനസ്സ് നിറയെ കാണുന്നത് സുനഹലി ഫസലോं की മുസ്കാൻ. അത് കഴിഞ്ഞിട്ട് മധുരമായ ഗാനം. ആര ഗാനമാണ്? നെല്ല് കുത്തണതോ അതോ ഗോതമ്പ് ഇടിക്കണതോ അവരൊക്കെ മധുരമായ ഗാനമാണ് കേൾക്കണത്. അത് കഴിഞ്ഞ് മനസ്സ് നിറയെ മണത്തറിഞ്ഞു. എന്താണ്? പൂക്കളുടെ മണം, അല്ലേ? അത് കഴിഞ്ഞിട്ട് തൊട്ടറിഞ്ഞു ചന്ദന നിറമുള്ള എന്റെ ഗ്രാമത്തിലത്തെ മണ്ണൻ. അത് കഴിഞ്ഞിട്ട് ഞാന് താൽ മഖാനയും ഗന്നെ കരിമ്പിന്റെ ജ്യൂസൊക്കെ രസിച്ചറിഞ്ഞു. ബഹുത് ദിനോ കെ ബാദ്. ഇതെല്ലാം ഒരുമിച്ച് ഞാൻ അനുഭവിച്ചു ഈ ഭൂമിയിൽ. ഭൂമീസ് ഭൂമി. സോ സബ് കുച്ച് മേനെ ഇസ് ഭൂമി മേ പാലിയ. ഞാൻ എല്ലാം എനിക്ക് കിട്ടി. ഞാന് മനസ്സ് നിറയെ അത് എൻജോയ് ചെയ്തു. ഇതൊക്കെ ഞാൻ അനുഭവിച്ചു, ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞാന് തൃപ്തിയാണ്, സന്തോഷവാനാണ്, അല്ലേ? അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, 2-3 നിങ്ങൾ ഗ്രാമത്തിന്റെ ദൃശ്യം ഇതൊക്കെ ഇപ്പൊ എപ്പോഴെങ്കിലും അവസരം കിട്ടുകയൊക്കെ നിങ്ങളും അനുഭവിക്കുക, കാണുക ഈ കാഴ്ചകളൊക്കെ. ഇന്നൊന്നും ആരും അത് കാണാൻ താല്പര്യപ്പെടില്ല.
അപ്പോ ഇതൊന്ന് കാണുക. ഇപ്പൊ എന്താണ് ആദ്യം എന്താണ് കവി, ഇത് ഏത് തരത്തിലുള്ള വിധാക്കി രചന ഹേ, ഇത് എന്താണ് സംഭവം, കവിതയാണ് അല്ലെ, ഏത് ടൈപ്പ് ഇതാണ്. പിന്നെ കവിത എഴുതിയത് ആരാണ്, ഈ കവിത കിസ്നെ ലിഖി ഹെ, നാഗാർജുൻ. बहुत दिनों के बाद कवि ने जी भर के क्या देखा, ആദ്യം എന്താണ് കവി കണ്ടത്, നമ്മൾ പോയം പദ്യം കവിത ജബ് ശുരു ഹോത്തി ഹെ, കവിത തുടങ്ങുമ്പോ എന്താണ് ആദ്യമായിട്ട് കാണുന്നത്, എന്താണ് ആദ്യമായിട്ട് കാണുന്നത്, സുനഹലി ഫസലോं की മുസ്കാൻ. എന്താണ് എന്താണ് നമ്മൾ കൃഷി ചെയ്തണ ആ ഫസൽ, എന്താണ് ഖേത്തിയിൽ, ഖേത്ത് മേ ജോ ഉഗായ ഹെ, എന്താണ് നമ്മൾ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള വയലില്, പാകമായ എന്ത് ധാന്യമാണ് എന്തോ ഉള്ളത്, അത് പുഞ്ചിരിയാണ് ആദ്യം കവി കണ്ടത്. സോ കവിനെ ക്യാ ദേഖാ പെഹലെ, ജി ഭർ കെ ദേഖാ ഫസലോं की മുസ്കാൻ. പിന്നെ जी भर के क्या सुना, കവിനെ जी भर के क्या सुना, എന്ത് കേട്ടു, എന്ത് കേട്ടു, മധുർ ഗീത്, മനോഹരമായ ഗീതം. ആരാ ഇതെന്ന് അവരാരാ പാടിയിരുന്ന്, കിഷോരിയ. ആരാ പാടിയിരുന്ന്, കിഷോരിയ की കോക്കിൽ കണ്ഠി താൻ. കോക്കിൽ കണ്ഠി പറഞ്ഞ കുയിലിന്റെ കണ്ഠമുള്ള ആ താളം രീതി, ആ പാട്ടാണ് ചെറുപ്പക്കാരെ പെൺകുട്ടികള് ഒരുമിച്ച് പാടുന്ന കേട്ട്. അപ്പൊ എന്താണ് ക്യാ സുന കവിനെ, കവിനെ जी भर के क्या सुना, മധുര ഗീത്. नेक्स्ट क्वेश्चन, कवि ने बहुत दिनों के बाद क्या सूंघा, जी भर के क्या सूंघा. सूंघ പറഞ്ഞ എന്ത് മണത്തറിഞ്ഞു, എന്താണ് മണത്തറിഞ്ഞത്, बहुत दिनों के बाद क्या सूंघा എന്ന് പറഞ്ഞേ, എന്തിന്റെ കൊലകൊലായി നിക്കണ പൂക്കളുടെ മണം അല്ലേ, പൂക്കളുടെ മണമാണ് കേട്ടത്. കേൾക്കല്ല ചെയ്ത്, നമ്മൾ മണത്തറിഞ്ഞു, നമ്മൾ അങ്ങനെ പറയാറില്ലേ, ശരിക്ക് എന്താണ് മണത്തറിഞ്ഞു, അനുഭവിച്ചു, അനുഭവം എനിക്ക് അനുഭവിച്ചു അറിഞ്ഞു. അപ്പോ കവിനെ ഉസ്കെ ബാദ് ക്യാ ജി ഭർ കെ സൂങ്ക, സൂങ്ക പറഞ്ഞ മണത്തറിഞ്ഞ്, എന്താണ് അറിഞ്ഞത്, ഫൂലോं की खुशबू, ഫൂലോं की खुशबू, ഫൂലോं की खुशबू പറഞ്ഞ പൂക്കളുടെ മണം. അപ്പൊ ഈ 3 സ്റ്റാൻസയില് എത്ര വരികളുണ്ട്, 3 വരികളുണ്ട്. പിന്നെ ഈ എന്താണ് വരികളൊക്കെ ആവർത്തിക്കണുണ്ട്. 3 വരികൾ ഒന്ന് കാണുക, കേൾക്കുക, മണക്കുക. അപ്പൊ നമ്മളുടെ ഇത് ഏകദേശം ഏതിനെയും സാമ്യം ഉണ്ടോ, നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ട് സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും. നമ്മള് 6 സെൻസസ് ഉണ്ട് അല്ലേ, ഏതൊക്കെയാ സെൻസസ്, കാണുക, കേൾക്കുക, മണത്തറിയുക, ടേസ്റ്റ് അറിയുക, പിന്നെ കാണുക, പറയൂ, ആലോചിച്ച് നോക്കിക്കേ, കാണുക, കേൾക്കുക, മണത്തറിയുക, ടേസ്റ്റ്, തൊട്ടറിയുക, പിന്നെ ഏതാ ഒന്നും കൂടി ഉള്ളത്, തൊട്ട് സ്കിന്നിനാണ് പറയണത്. 5 സെൻസസ് അല്ലേ, 5 സെൻസസ് ഉണ്ട്. ഏതൊക്കെയാണ്, 6th സെൻസ് നമ്മൾ പറയാ, അത് 5 സെൻസസ് ഉണ്ട് അല്ലേ. അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങൾ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. 5 സെൻസസ് ഏതൊക്കെയാണ്, ഐ, നോസ്, ഇയർ, ടങ് ആൻഡ് സ്കിൻ അല്ലേ. അപ്പോ കണ്ണെന്താണ് നമുക്ക് കാണാൻ, അപ്പൊ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണുക, എന്തുകൊണ്ടൊക്കെ, ദേഖി, സുന, സൂങ്കി. അപ്പൊ ദേഖി പറയണത് എന്താണ്, കാണുക അല്ലെ, അത് കണ്ണോണ്ടല്ല നമ്മള് കാണുക. സോ അപ്പൊ അത് ശ്രദ്ധിക്കുക. ദേഖി, സുന, പിന്നെ ഏതാ, ദേഖി, സുന, മൂന്ന് സെൻസസ് ഇതിലായി അല്ലേ. നെക്സ്റ്റോ ഇവിടെ ഏതൊക്കെയാണ്, ജി ഭർ കെ ക്യാ ഖായ, കവിനെ ജി ഭർ കെ ക്യാ ഖായ, എന്താ കഴിച്ചത്, ഖായ. അപ്പോ എന്തൊക്കെയാണ്, ടങ്, ടേസ്റ്റ് അറിയാൻ അല്ലേ, ഐ, ഇയർ, നോസ്,
ടങ്, പിന്നെ തൊട്ടറിയാൻ ധൂല് അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മള് മനസ്സിലാക്കുക. 5 സെൻസസ് നമുക്ക് പഠിക്കാം. ആ 5 സെൻസസ് കുറിച്ചിട്ട് കവി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. മനോഹര ജി ഭർക്കെ ക്യാ ഖായ, താൽ മഖാന ഓർ ഗന്നെ കാ റസ്. എന്നാ ഗന്നെ കാ റസ് പറഞ്ഞ കരിമ്പിന്റെ ജ്യൂസ്. അപ്പൊ ഇതൊക്കെ ഞാൻ അനുഭവിച്ചു. ഗന്ധം, രൂപം, രസം, ശബ്ദം, സ്പർശം. അപ്പൊ ഇതിൽ തന്നെ എല്ലാം ഉണ്ട് നിങ്ങളുടെ 5 സെൻസസും. സബ് ഏക് സാത്ത് ഇസ് ഭൂ പർ, ഈ ഭൂമി. ഭൂവിന്റെ അർത്ഥം എന്താണ്? ഭൂ ക സമാൻ പദ് ബതാओ. ധർത്തി അല്ലെ, ധർത്തിയാണ് എന്റെ സമാന പദം. പ്രസ്തുത് കവിത കിസ്, ഈ കവിതയില് എന്താണ് ചിത്രീകരിച്ചിട്ടുള്ളത്? കിസ്കാ ചിത്രൻ കിയാ ഹെ. കവിതയിൽ മൊത്തം നമ്മളിപ്പോ അല്ലെ അറിഞ്ഞു, രസിച്ചറിഞ്ഞു നമ്മള്. അപ്പൊ എന്തിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറഞ്ഞത്? കിസ്കാ ചിത്രൻ കിയാ ഹെ? പ്രകൃതി പ്രേം അല്ലെ, ലവ് ടുവേർഡ്സ് നേച്ചർ. പ്രകൃതിനെ അത്രയും ഇഷ്ടമാണ്. നമുക്ക് ഈ കവിതയിൽ കൂടെ അറിയാം. ചിലപ്പോ നമ്മള് കവിത വായിക്കുമ്പോ തന്നെ നമ്മൾ ആ പ്രകൃതി കൂടെ കടന്നു ചെല്ലണ പോലെ തോന്നും അല്ലെ. ആ എന്താണ് ഖേത്, ആ പൂക്കള്, ആ പാട്ട്, ആ മണ്ണ്, ഇതൊക്കെ നമ്മളും രസിച്ച് അറിയും. ക്യാ ചൂസാ ജി ഭർ, എന്താണ് വലിച്ചു കുടിച്ചത്? ഗന്നെ കാ റസ്. ക്യാ ജി ഭർ ചുവ, എന്താണ് മനസ്സ് നിറഞ്ഞ് തൊട്ടത്? ധൂൽ. കിഷോരിയോ കാ ബഹുവചൻ, എന്താണ് ബഹുവചന്? കിഷോരി. കിഷോരി പറഞ്ഞ ഒരു പെൺകുട്ടി അല്ലെ, അവിടെ ഉണ്ട്. അപ്പൊ കുറെ എണ്ണത്തിന് നമ്മൾ എന്താ പറയാ? ഇതിൽ തന്നെ ഉണ്ട്. കിഷോറിയ. എന്താ കിഷോറിയ പറഞ്ഞ? കുറെ എണ്ണം. കിഷോരി പറഞ്ഞ പുല്ലിംഗമാണ്, കിഷോറിയ സ്ത്രീലിംഗാണ്. പിന്നെ ജീന്റെ അർത്ഥം എന്താണ്? ജി ഭർ സുൻ പായ. എന്താ പറഞ്ഞ? ജി ഭർ പറഞ്ഞ മനസ്സ് നിറയെ. ജിയെ ജീബർ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ കണ്ടില്ലേ? എന്താ പറഞ്ഞ? ജിയെ ജീബർ മനസ്സ് നിറയെ ജീവിക്കൂ അല്ലെ, സന്തോഷിച്ച് ജീവിക്കുക. ജിയെ ജീഭർ മനസ്സ് നിറയെ സന്തോഷിച്ച് ജീവിക്കൂ. അപ്പൊ അതില് ജി പറഞ്ഞ മൻ, എന്താണ്? മന്നാണ്, മനസ്സ്. ഈ ചോദ്യങ്ങളൊക്കെ ഇതിന്ന് ഷോർട്ട് ആയിട്ട് ചോദിക്കും. ये कविता के कवि ने कविता के कई विशेष अर्थ वाले पंक्तियों का प्रयोग किया है. ऐसी पंक्तियां पहचान कर लिखे. എന്താണ്? വിശേഷ അർത്ഥവാല്, വിശേഷ അർത്ഥമുള്ള കുറെ വരികൾ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഓരോ സ്റ്റാൻസയിൽ തന്നെ പ്രധാനപ്പെട്ട ആ വരികൾ തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതാണ്? ഒന്നാമത്തെ സ്റ്റാൻസയില് മൂന്നാമത്തെ വരി ഏതാണ്? പക്കി സുനഹലി ഫസലോ കി മുസ്കാൻ. മനോഹര വിശേഷം അർത്ഥമുള്ള വരികളാണ്. രണ്ടാമത്തെ അവർ എഴുതിയിട്ടുണ്ട് കിഷോരിയോ കി കോഖൽ കണ്ടി താൻ. അത് അടുത്തതോ മൂന്നാമത്തെ സ്റ്റാൻസയില് മൂന്നാമത്തെ ഢേർ ഢേർ സെ താസെ ടട്കെ ഫൂൽ. നല്ല ഫ്രഷ് ആയി അങ്ങനെ എറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയി നിൽക്കണ പൂക്കൾ, ഫ്രഷ് ആയ പൂക്കളാണ് ഉദ്ദേശിക്കുന്നത് അത്. പിന്നെ അടുത്ത വരിയില് അല്ല അടുത്ത സ്റ്റാൻസയില് മൂന്നാമത് ഗവായി ഭക്കണ്ടി കി ചന്ദൻ വർണി ദൂ. ചന്ദൻ വർണി ചന്ദന നിറമുള്ള മണ്ണ്. പിന്നെ താൽ മഖാന, ഇങ്ങനത്തെ വരികളാണ് ബഹുത് ദിനോ കെ ബാദ് എന്താണ് ഞാന് രസിച്ച് അറിഞ്ഞത്. ബഹുത് ദിനോ കെ ബാദ് ഞാൻ കുറെ ദിവസങ്ങൾ ശേഷമാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. സമാന ആശയം വാലി പങ്ക്തിയാ കവിത സെ ചുൻകർ ലിഖേ. സമാന പദമായിട്ടുള്ള സമാന ആശയം വാല എന്താണ്? കേത് സ്വർണവർണി ഫസലോ സെ സമൃദ്ധ ഹേ. സമൃദ്ധമായമാണ് കേത്തൊക്കെ അല്ലെ. അപ്പൊ ഏതാണ് അത്? നമ്മള് ഫസ്റ്റ് സ്റ്റാൻസയിൽ കണ്ടില്ലേ? പക്കി സുനഹലി ഫസലോ കി മുസ്കാൻ. ഇത് അതില് കണ്ടില്ലേ നമ്മള്? ഇതാണ് വരി. പക്കി സുനഹലി, ഇതാണ് ആ വരിയാണ് എടുത്തെഴുതേണ്ടത്. ആശയം വാലി പക്കി സുനഹലി ഫസലോ കി മുസ്കാൻ. ഇനി നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് എന്താ ചോദിച്ചിട്ടുള്ളത്?
ഗ്രാമീൺ ബാലായി മെഹനത് കർത്തി ഹുയി മധുർ ഗാത്. ഇപ്പൊ ഇടിക്കുമ്പോൾ, ധാന്യം ഇടിക്കുമ്പോൾ എന്താണ്, അത്രയും പണിയെടുക്കുമ്പോൾ എന്താണ് അവര് ചെയ്യണത്? ധാന്യം. ഗ്രാമീൺ ബാലായി മെഹനത് കർത്തി മധുർ ഗീത് ഗാത്തി ഹെ. അത് ഏതാണ്? ധാൻ കൂട്ടത്തി കോക്കൽ കണ്ടി താൻ. ഇതാണ് വരിക. തന്മൻ മേ ഊർജ ദേനെ വാലി ഖുശ്ബു ഫൈൽ ജാത്തി ഹെ. മണമുള്ള പൂക്കള് എന്താണ്? മണമുള്ള പൂക്കള് മനസ്സ് നമ്മളുടെ സന്തോഷിപ്പിക്കുകയാണ്. അപ്പോ മനോഹരമായ പാട്ട് കേൾക്കേണ്ടത്. ധാൻ കൂട്ടത്തി കോക്കൽ കണ്ടി താൻ. അത് കഴിഞ്ഞിട്ട് മോൾ സിരിക്കെ ഢേ ഢേ സെ താജെ കുർത്തെ ഫൂൽ. അത് കഴിഞ്ഞിട്ടോ ഗാവ് കി ഗലിയോ കി സുനഹലി ധൂലി കാ അഹസ. ധൂലി പറഞ്ഞ എന്താണ്? ധൂലി പറഞ്ഞ മണ്ണ് അല്ലെ? എവിടെയാണ്? ഗ്രാമീണ സ്ഥലത്തുള്ള മണ്ണാണ് കാണുന്നത്. അത് ഈ ആശയം, ഈ സെന്റൻസ് ആണ് വരിക. ഏത്? അബ്കി ഗവായി പങ്കടിക്ക് ചന്ദന വർണ്ണി ധൂൽ. അത് കഴിഞ്ഞിട്ട് ഏതാണ്? അപ്നി ഗവായി പങ്കടിക്ക് ചന്ദന വർണ്ണി ധൂൽ. അപ്പൊ ഇതാണ് മൻപസന്ദ് ദേഹാത്തി കാന ചക്കനെ കാ. ചക്കന പറഞ്ഞ എന്താണ്? ടേസ്റ്റ് ചെയ്യാന്. ദേഹാത്തി അതിന് ഗ്രാമങ്ങളിലുള്ള ഭക്ഷണം കഴിക്കാന് എനിക്ക് ഭാഗ്യം കിട്ടി, എനിക്ക് അനുഭവിക്കാൻ പറ്റി. എന്താണ്? അനുഭവിച്ചു ഞാന്. എന്താണ്? ബഹുത് ദിനോ കെ ബാദ് അബ്കി മേനെ താൽ മഖാന ഖായ ഗന്നെ ചൂസെ ജി ഭർ. ഇതൊക്കെ ഞാൻ രസിച്ചറിഞ്ഞു. മൻപസന്ദ് ദേഹാത്തി ഖാന. മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം. ദേഹാത്തി ഗ്രാമങ്ങളിലുള്ള, ദേഹാത്തി പറഞ്ഞ എന്താ? ഗ്രാമങ്ങളിലുള്ള ഭക്ഷണം ഞാൻ കഴിച്ചു. അപ്പോ ഇതൊക്കെ നമ്മളുടെ ഇതിൽ വരുന്ന ആശയങ്ങള് ആണ് ഇതില് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കവിത കെ ഇൻ പദോ കി വിശേഷ സൂചിത് കർനെ ശബ്ദ പെഹചാൻ കർ ലിഖിയെ. അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേക വാക്കുകള് കണ്ടെത്തി എഴുതാൻ നമ്മള് ഫസല് താന്, ഫൂല്, ധൂല്. ഫസൽ പറഞ്ഞ നമ്മളുടെ വിളവ് എന്താ എടുത്തുന്ന, താൻ പറഞ്ഞ നമ്മളുടെ ഗാനത്തിന്റെ രീതി, പൂക്കള്, പിന്നെ മണ്ണ്. ഇതൊക്കെ ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ട് ആ വാക്കുകൾ എടുത്ത് എഴുതുക. ഓരോ വരിയിലുണ്ട് അതിന്റെ തൊട്ട്. അതിനെ താൻ പറഞ്ഞ മധുരമായി കോക്കൽ കണ്ടി താൻ. പിന്നെ എന്ത് പൂക്കളാണ്? താജെ ടട്കെ ഫൂൽ. പിന്നെ പക്കി സുനേലി ഫസൽ. ഫസലിന്റെ എന്താണ്? പക്കി സുനേലി ഫസൽ. താൻ പറയുന്നത് കോക്കൽ കണ്ടി താൻ. ഫൂൽ താജെ ടട്കെ ഫൂൽ. ധൂൽ എങ്ങനെ പറഞ്ഞ്? ചന്ദനവർണ്ണി ധൂൽ. ഇതാണ് നമ്മൾ മനോഹര ഈ കവിത ചിത്രീകരിച്ചത് എന്തിനെ കുറിച്ചിട്ടാണ്? പ്രകൃതി പ്രേമാണ്. അങ്ങനെ ഈ കവിത എന്താണ്? കവി നമ്മളുടെ അടുത്തേക്ക് എന്ത് സന്ദേശം? നമ്മളെ പ്രകൃതിനെ എപ്പോഴും സ്നേഹിക്കണം. പ്രകൃതിയിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത്. പ്രകൃതിയിൽ മനോഹരമായ ദൃശ്യങ്ങൾ ഉണ്ട്. അപ്പോ അത് നമ്മളുടെ മനസ്സ് സന്തോഷിപ്പിക്കുകയുള്ളൂ. പലതരം കാഴ്ചകള്, കേൾക്കാൻ പറ്റണ ഗാനങ്ങൾ, പക്ഷികളുടെ മധുരമായ ശബ്ദങ്ങള്, പലതരം പൂക്കള്, മനോഹരമായ മണങ്ങള്, പലതരം മണ്ണിന്റെ ഗന്ധം, ഇതൊക്കെ നമുക്ക് രസിച്ചറിഞ്ഞത് നമുക്ക് എവിടുന്നാണ്? നമ്മളുടെ പ്രകൃതിനെ നമ്മൾ ഒരിക്കലും നശിപ്പിക്കരുത്. പ്രകൃതിനെ നമ്മൾ സംരക്ഷിക്കണം. അതും കൂടി ഒരു സന്ദേശമാണ്. ഈ മനോഹരമായ ദൃശ്യം നമുക്ക് എവിടെയും കാണാൻ കിട്ടില്ല. ഇതൊക്കെ കണ്ട് രസിച്ച് നമ്മളോടൊക്കെ എന്താ പറയണ? ഇതൊക്കെ തൊട്ടറിഞ്ഞിട്ടും കേട്ടറിഞ്ഞിട്ടും സ്പർശിച്ചും രസിച്ച് ഒക്കെ കണ്ടറിയേണ്ട കാഴ്ചകളാണ്. ഇതാണ് കവി നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കവിയുടെ പ്രൊഫൈലാണ്, ജീവിനിയാണ്. നാഗാർജുന, ഉनका जन्म 30 जून 1911 और मृत्यु 5 नवंबर 1998.
हिंदी के प्रगतिशील साहित्यकार नागार्जुन का जन्म बिहार के दरभंगा से हुआ। उनका मूल नाम वैद्यनाथ मिश्र है। उन्होंने मैथिली, बांग्ला तथा संस्कृत में भी रचनाएं की है। सतरंगी पंखों वाली रतिनाथ की चाची बलचमा वरुण के बेटे उनकी प्रमुख रचनाएं हैं। भारत मान साहित्य अकादमी പുരസ്കാർ ആദി में भी ये വിഭൂഷൺ ഒരു നല്ല ബീഹാറിൽ ജനിച്ച ഒരു വലിയ എഴുത്തുകാരാണ്. പല ഭാഷകളിലും കൃതികൾ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ കവിത നന്നായി വായിക്കുക, പ്രകൃതിനെ സ്നേഹിക്കുക, പ്രകൃതിനെ നശിപ്പിക്കരുത്, പ്രകൃതി മനോഹരമായ ഭംഗിയും കാഴ്ചകളും മണങ്ങളും ഒക്കെ തൊട്ട്